ഗുഡ് മോർണിംഗ്. അപ്പോൾ കോളേജിൽ പോകണം. ഗെറ്റ് റെഡി വിത്ത് മീ. നല്ല മടിയുണ്ട് പോകാൻ, പക്ഷെ എന്ത് ചെയ്യാൻ, പോയല്ലേ പറ്റൂ. അപ്പോൾ നമുക്ക് ആദ്യം പോയി, ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടിരിക്കുന്ന കോലമാണിത്. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഫേസ് വാഷ് ചെയ്യാം. ഓക്കെ, ഫേസ് വാഷൊക്കെ ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കുറച്ച് പൊട്ടിയൊക്കെ ഇട്ടിട്ട് പോവാം. നമുക്ക് എന്ത് ചെയ്യാനാ, പോയല്ലേ പറ്റൂ. അപ്പം ഫേസ് വാഷ് ചെയ്യാൻ പോവാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഡെർമഡ്യൂവിൻ്റെ ആക്നി ഫേസ് വാഷാണ്. സൾഫേറ്റ് ഫ്രീ ആണ്. ഇപ്പോൾ എൻ്റേതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന്, ഇങ്ങനത്തെ സ്കിന്നുകാർക്കൊക്കെ ഇത് സൂപ്പറാണ്. എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് തന്നതാണ്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് പോയി ഈ ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ. ഞാനിവിടെ ഈ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് അടിപൊളിയാണ്, എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സെൻസിറ്റീവായിട്ടുള്ളവർക്കും, എൻ്റെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്, എനിക്ക് ഇത് വളരെ വളരെ നന്നായിട്ട് ഇതിൻ്റെ പണി ഇതെടുക്കുന്നുണ്ട്. നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് സോ അപ്പോൾ നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ. ഞാനിവിടെ ഈ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് അടിപൊളിയാണ്, എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സെൻസിറ്റീവായിട്ടുള്ളവർക്കും, എൻ്റെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്, എനിക്ക് ഇത് വളരെ വളരെ നന്നായിട്ട് ഇതിൻ്റെ പണി ഇതെടുക്കുന്നുണ്ട്. നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് സോ നെക്സ്റ്റ് ഇനി നമുക്ക് ലിപ് ബാം ഇടാം. ലിപ് ബാം കാത്തിഡോളിൻ്റെ ആണ്. ഇനി നമ്മൾ സൺസ്ക്രീനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതും എനിക്ക് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് തന്നതാണ്. ഇതും നമ്മൾക്ക് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ തൊട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടാണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ടാൻ അടിച്ചൊരു വഴി. ആക്ച്വലി ഇത് നല്ലതാട്ടോ. ആദ്യം ഒരു ഇച്ചിരി ഗ്രീസൊക്കെ ഇരിക്കുന്ന പോലെ ഇടുന്ന ഉടനെ നമുക്ക് ഫീൽ ചെയ്താലും, പക്ഷേ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ സൂപ്പറാണ്. നല്ല മാറ്റ് ഫിനിഷിൽ, അത്ര ഡ്രൈയിങ് ഒന്നുമല്ല, വൈറ്റ് കാസ്റ്റ് ഇല്ല, എന്തുകൊണ്ടും ഒരു മികച്ച അടിപൊളി പെർഫോമൻസ് കാണിക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം. വളരെ 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 നല്ലതാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സൺസ്ക്രീനാണ്. അപ്പോൾ നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ടു. ഇനി നമ്മൾക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാം. ഞാനുണ്ടല്ലോ ഇവിടെ ഐബ്രോസിൻ്റെ ബ്രൗൺ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഐബ്രോസ് ഫിൽ ചെയ്യാൻ ഇതുണ്ടോ, ഇതിലിങ്ങനെ ഒരു സാധനമുണ്ട്, ഈ സ്പൂളുകളുണ്ട്, അടിപൊളിയാണ്. ആക്ച്വലി എനിക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാൻ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഞാൻ അപ്പോൾ എനിക്ക് അറിയാവുന്ന പോലെ ഒക്കെ ഇങ്ങനെ തോണ്ടി തോണ്ടി വയ്ക്കും. അപ്പോൾ ഐബ്രോസൊക്കെ ഫിൽ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് കണ്ണിൻ്റെ കലാപരിപാടികളിലേക്ക് പോവാം. കണ്ണ് ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഐ ഷാഡോ എടുത്തിട്ട് ഇതിലെ ഏതെങ്കിലും ഒരു ന്യൂഡ് ഷെയ്ഡ്, ഞാനിപ്പോൾ ഈ ഷെയ്ഡ് എടുക്കുന്നത്.
നമുക്ക് കൈയുള്ളപ്പോൾ എന്തിനാ വേറെ ബ്രഷൊക്കെ? കണ്ടോ, എനിക്ക് ഒരുപാട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതും ഞാൻ തായ്ലാൻഡിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ഇതും ഇതിൻ്റെ പണി നല്ലപോലെ എടുക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ പണിയെടുക്കാത്ത ഒരേ ഒരു ജീവി ഞാൻ മാത്രമാണ് ഇവിടെ. കണ്ണൊക്കെ എഴുതി മേലെ എഴുതി കൊടുത്തു. ഇനി കാജൽ, നമുക്ക് റെനയുടെ കാജൽ എടുക്കാം. റെനയുടെ കാജൽ എടുത്തിട്ട് മേലെ മാത്രം മേളത്തെ വാട്ടർ ലൈൻ മാത്രം എഴുതി കൊടുക്കാം. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഞാനിവിടെ ഈ ഷിങ്കാറിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനർ, പക്ഷെ അത്ര വാട്ടർ പ്രൂഫ് ഒന്നുമല്ല കേട്ടോ, പക്ഷെ നല്ല ഡാർക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതൊരു നയൻത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ ഈ സാധനം യൂസ് ചെയ്ത് വരുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനം. എനിക്ക് ഇങ്ങനെ കണ്ണെഴുതാൻ പറ്റുന്നില്ല. ഞാൻ പോയി കണ്ണടിയിൽ നോക്കി കണ്ണെഴുതിയിട്ട് വരാം. അപ്പം ഞാൻ കണ്ണെഴുതി കഴിഞ്ഞു. കണ്ടോ, എപ്പോൾ കണ്ണെഴുതിയാലും രണ്ടും രണ്ട് രീതിക്കാണ്. എന്ത് ചെയ്യണം, അത് വരയ്ക്കാനൊരു കല വേണം. ആ സാധനം എൻ്റെ അടുത്തില്ല. എന്ത് ചെയ്യും? ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ടാൽക്കൺ പൗഡർ എടുത്ത് ഇത് സൺസ്ക്രീൻ സെറ്റാക്കാം. എൻ്റെ കയ്യിലുള്ളത് ഒരു BB പൗഡറായിരുന്നു. അപ്പം ഞാൻ അതെടുത്തിട്ട് ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പോഴും പറയാം, എൻ്റെ രീതിക്കാണ് ഞാൻ റെഡിയാക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ക്ഷമിക്കുക. നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ബ്രഷ് എടുത്ത് ഇതൊന്ന് അപ്പോൾ ടാൽക്കൺ പൗഡറൊക്കെ ഇട്ടത് സെറ്റാക്കി. ഇനി നമ്മൾക്ക് വേണ്ട സാധനമാണ് ബ്ലഷ്. ഇതും ഞാൻ കൊണ്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചുവന്നിരിക്കട്ടെ. അപ്പം ഇനി ഇത് കഴിഞ്ഞ് ലിപ്സ്റ്റിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോൾ ലിപ് ടിൻ്റാണ് ഇടുന്നത്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ബൈ.